പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ഇന്ന് ജൂലൈ 27 തിങ്കൾ. 2 ശമൂവേൽ 18 അധ്യായം 33 വാക്യം. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞും കൊണ്ട് നടന്നു. ഈ വചനം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിലവിളികളിലൊന്നാണ്. വിജയവാർത്ത കേൾക്കേണ്ട രാജധാനിയിൽ ഇന്ന് കണ്ണുനീരിന്റെ ശബ്ദമാണ് മുഴങ്ങുന്നത്. രാജ്യം രക്ഷപ്പെട്ടു, ശത്രു പരാജയപ്പെട്ടു. എന്നാൽ ഒരു പിതാവിൻ്റെ ഹൃദയം തകർന്നു. കാരണം നഷ്ടമായത് ഒരു ശത്രുവല്ല, തൻ്റെ സ്വന്തം മകന്. അബ്ശാലോം തൻ്റെ പിതാവിനെതിരെ കലഹിച്ചു, രാജ്യം പിടിച്ചടക്കാൻ ശ്രമിച്ചു, സ്വന്തം പിതാവിനെ അപമാനിച്ചു. മനുഷ്യനീതിയുടെ കണ്ണിൽ അവൻ ശിക്ഷ അർഹിച്ചവനായിരുന്നു. എന്നാൽ ഒരു പിതാവിൻ്റെ ഹൃദയം നീതിയേക്കാൾ വലിയ സ്നേഹത്താൽ നിറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ വിലപിച്ചത്, നിനക്കു പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ. ഇന്ന് ദൈവം നമ്മോടും ചോദിക്കുന്നു, നിങ്ങൾ എൻ്റെ സ്നേഹം തിരിച്ചറിയുന്നുണ്ടോ? നമ്മുടെ അനുസരണക്കേടുകളും അഹങ്കാരവും സ്വാർത്ഥതയും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ടാകാം. എന്നാൽ സ്വർഗപിതാവിൻ്റെ ഹൃദയം ഇന്നും മക്കളെ തിരികെ വിളിക്കുന്ന സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. അവിടെ നമ്മെ ശിക്ഷിക്കുവാൻ അല്ല വിളിക്കുന്നത്, നമ്മെ വീണ്ടെടുക്കുവാനായിട്ടാണ്. ഈ വചനത്തിൽ മറ്റൊരു ആത്മീയ പാഠവുമുണ്ട്. ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും ഒരു വിലയുണ്ട്. ചിലപ്പോൾ ലോകം വിജയമെന്ന് വിളിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ആത്മാവിന് നഷ്ടമായി തീരാം. ദാവീദിന് രാജ്യം തിരികെ ലഭിച്ചു, പക്ഷെ മകനെ നഷ്ടമായി. അതിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയം സ്ഥാനമോ സമ്പത്തോ പ്രശസ്തിയോ അല്ല. ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബവും ആത്മാവും രക്ഷിക്കപ്പെടുന്നതാണ് യഥാർത്ഥ വിജയം. ഇന്ന് മാതാപിതാക്കൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഈ വചനം നൽകുന്നുണ്ട്. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായി തീരണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരെ സ്നേഹിക്കുകയും തിരുത്തുകയും ദൈവത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വലിയ ദൗത്യമാണ്. അതുപോലെ മക്കളും മാതാപിതാക്കളുടെ സ്നേഹത്തെ വിലമതിക്കേണ്ടതുണ്ട്. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. നാം ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന മക്കളാണോ? നമ്മുടെ കുടുംബങ്ങളിൽ ക്ഷമയും അനുരഞ്ജനവും സമാധാനവും വളർത്തുന്നവരാണോ? നമ്മുടെ ബന്ധങ്ങളിൽ പിളർപ്പുകളുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവയെ ദൈവസ്നേഹത്താൽ ചേർത്തിണക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. ദാവീദിന്റെ കണ്ണുനീര് നമ്മെ കുരിശിലേക്കും നയിക്കുന്നുണ്ട്. കുരിശിൽ നാം കേൾക്കുന്നത് ഇതേ സ്നേഹത്തിൻ്റെ പൂർണ്ണ സ്വരമല്ലേ? അവിടെ പിതാവിൻ്റെ ഹൃദയവും പുത്രൻ്റെ ബലിയും മനുഷ്യൻ്റെ രക്ഷയും ഒരുമിച്ച് ചേരുക. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, എൻ്റെ പരാജയങ്ങളേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സ്നേഹം. എൻ്റെ പാപങ്ങളെക്കാൾ ശക്തമാണ് ക്രിസ്തുവിൻ്റെ കൃപ. എൻ്റെ കണ്ണുനീരിനേക്കാൾ ആഴമുള്ളതാണ് ദൈവത്തിൻ്റെ കരുണ. ഇന്ന് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ സ്നേഹത്തിന് തുറന്നു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ സമാധാനം വിരിയും, നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യാശയുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ കൃപയുടെ വെളിച്ചം ഉദിക്കും. പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ ഹൃദയത്തിൻ്റെ അളവറ്റ സ്നേഹം അറിയുവാനും ക്ഷമയുടെ വഴിയിൽ നടക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. വഴിതെറ്റിയവരെ നിന്റെ സന്നിധിയിലേക്ക് തിരികെ നടത്തണമേ. ഞങ്ങളുടെ കണ്ണുനീർ പ്രത്യാശയുടെ വിത്തായും ഞങ്ങളുടെ ജീവിതം നിന്റെ മഹത്വത്തിൻ്റെ സാക്ഷിയായും മാറണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.